ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി മട്ടർ പനീറിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മട്ടർ പനീറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ബട്ടറോ ക്രീമോ പിന്നെ കാഷ്യൂനട്ടൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു മട്ടർ പനീർ റെസിപ്പിയാണിത്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ലൊരു ടേസ്റ്റി ഡിഷാണ്. അപ്പോൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എന്ന് നോക്കാം. പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചേർക്കുന്നുണ്ട്. സവാള അധികം ചെറുതായിട്ട് അരിയണമെന്നില്ല, കുറച്ച് വലിപ്പത്തിലുള്ള സ്ലൈസസ് ആയിട്ടാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ സവാള വഴറ്റിയെടുക്കുമ്പോൾ അധികം ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരെ വഴറ്റിയെടുത്താൽ മതി. ഇത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം. സവാള 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. അത് ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ 3-4 പച്ചമുളക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ 2 പച്ചമുളക് ചേർക്കുന്നത്. കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തിട്ട് ചേർക്കാം. തക്കാളി ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആകുന്നവരെ വേവിച്ചെടുക്കാം. ഏകദേശം 2-3 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. തക്കാളി എല്ലാം കുറേ സോഫ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാൻ വെക്കണം. അതിനായിട്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. തീരെ വെള്ളമൊന്നും ചേർക്കാതെ വേണം അരക്കാൻ വേണ്ടിയിട്ട്. അരച്ചെടുത്ത പ്യൂരി നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം ചേർക്കാം. ജീരകം കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ചേർക്കാം. എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. പൊടികൾ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് സമയം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞു.
ഗ്രേവി കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഇത് കുറച്ച് സമയം ഇളക്കിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ മസാലയും ടൊമാറ്റോ പ്യൂരി എല്ലാം നന്നായിട്ട് മിക്സായി വരണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രേവി കുറച്ച് ഹാഫ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. കടല നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ചേർക്കാം. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. ഫ്രോസൺ പനീറാണ് എടുക്കുന്നത്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ഗ്രീൻ പീസ് ആണെങ്കിൽ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. ഗ്രീൻ പീസ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഈ മസാലയെല്ലാം പനീറിലും ഗ്രീൻ പീസിലൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. ഗ്രേവിയൊക്കെ കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ 1 കപ്പിലധികം വെള്ളം ചേർത്തിട്ട് എടുക്കാം കേട്ടോ. പക്ഷെ ഇത് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഗരം മസാല 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഗരം മസാലയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കാശ്മീരി ചില്ലിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല കളറാണ് ഈ കറി കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ ക്രീമോ പിന്നെ ബട്ടറൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.